ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും preethas ammus ഫുഡ് കോർട്ടിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റായ വെള്ളയപ്പവും ബീഫ് ഇഷ്ടുമാണ്. അപ്പോൾ നമുക്ക് ഇനി അപ്പത്തിനുള്ള മാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ച പച്ചരിയാണിത്. പച്ചരി നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു വലിയ ജാറിലിട്ട് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാനുള്ള പച്ചരി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പകുതി ഇട്ട് അടിച്ചെടുക്കാം. പച്ചരി എന്തോരം ഇടുന്നുവോ അതിൻ്റെ സമമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചാൽ മതി. ഒട്ടും തന്നെ വെള്ളം കൂടി പോകരുത്. പച്ചരി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പച്ചരിയും കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ എന്തോരം ഇടുന്നുവോ അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്. ഞാനിവിടെ 1/4 കപ്പ് ഇടുന്നുള്ളൂ. 1 കപ്പ് ചോറ്. ഇനി ഇതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് സമമായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഇതിലും ഒട്ടും തന്നെ കൂടി പോകരുത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കൂടി പോകരുത്, നല്ല ഈസ്റ്റായിരിക്കണം ചേർക്കേണ്ടത്. ഇനി ഇത് അടിച്ചെടുക്കാം. അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അടിച്ചു വെച്ചതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. മാവൊന്ന് നന്നായി നമുക്ക് ഇളക്കി വെക്കാം. എന്നിട്ടൊരു 7 മണിക്കൂറെങ്കിലും ഇത് വെക്കണം, മാവ് റെഡിയാവാൻ വേണ്ടി. അപ്പത്തിൻ്റെ മാവ് ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ദേ കണ്ടോ, നല്ല ഭംഗിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ഉപ്പും 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ചേർക്കണമെന്നില്ല കേട്ടോ. ഇതൊന്ന് നന്നായി ഇളക്കി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമുക്കിനി അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കയ്യിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്നും ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കയ്യിലും കൊണ്ട് ഇളക്കുകയും ചെയ്യരുത്. ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. അപ്പം നമ്മുടെ അപ്പം ഇതേപോലെ റെഡിയായി കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ അപ്പം ഇതേപോലെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി അപ്പം വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്കിനി ബീഫ് ഇഷ്ടു കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇഷ്ടുക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 വലിയ സവാള, 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഉപ്പ്, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി 1/2 മുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ബീഫും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അളവിലാണ് ഞാൻ അവിടെ ഇഷ്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറിയ പീസാക്കിയാൽ മതി. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിയാകും. ഇതേപോലെ ചെറിയ പീസാക്കണം. ക്യാരറ്റും അതേപോലെ ചെറിയ പീസാക്കി തന്നെ അരിഞ്ഞെടുത്താൽ മതി. പച്ചമുളകും നടുവേ കീറിയിടാം. ഇതിൽ വേറെ എരിവിനൊന്നും ചേർക്കണില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല.
ഇഷ്ടു കറി വെക്കാനായി ബീഫ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ തന്നെ ഇഞ്ചി, സവാള, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ബീഫ് വേവിച്ചെടുക്കാം. 5 വിസൽ മതി ബീഫ് വെന്ത് കിട്ടാൻ. ബീഫ് വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലുമാണ് വെച്ചിട്ടുള്ളത്. 2-ാം പാൽ ഒഴിച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ യൂസ് ചെയ്യരുത്. തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ച് വേവിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വെന്തതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു തണ്ട് വേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഇഷ്ടു ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയായ കറിയാണത്. ഈ ഇഷ്ടു കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇഷ്ടു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.